പാവയ്ക്ക പെട്ടെന്ന് മെഴുക്കുവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നല്ല പാവയ്ക്ക കഴുകിയെടുക്കുക. ഞാനിത് ഓൾറെഡി വാഷ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. പാവയ്ക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഡയബറ്റീസുകാർക്ക് ഏറ്റവും ബെസ്റ്റാണ് ഈ പാവയ്ക്ക മെഴുക്കുവരട്ടി. അതുപോലെ തന്നെ പാവയ്ക്ക കൊണ്ട് തോരൻ ഉണ്ടാക്കാം, പാവയ്ക്ക കൊണ്ടാട്ടം, അങ്ങനെ ഒരുപാട് ടേസ്റ്റി ഡിഷസ് നമുക്ക് പാവയ്ക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം തന്നെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. പാവയ്ക്ക നമ്മൾ ഇതേപോലെ കഴുകി ചെറിയ പീസസാക്കി അരിഞ്ഞ ശേഷം കുറച്ച് നേരം ഇതേപോലെ വെള്ളത്തിലേക്ക് ഇച്ചിരി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് വല്ലതും ഇട്ട് ഇതേപോലെ ഈ പാവയ്ക്ക ഇതിൽ ഇട്ട് വെച്ച ശേഷം നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അങ്ങനെ ചെയ്യാൻ തന്നെ പാവയ്ക്കയുടെ കയ്പ്പ് കുറച്ച് കുറഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ കയ്പ്പിൻ്റെ പ്രശ്നമുള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി. ഈ ഒരു മെത്തേഡിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ്. ഇതിനായിട്ട് നമ്മൾ ഇത് കണ്ടോ നല്ലപോലെ ഞെക്കി പിഴിഞ്ഞ് എടുത്ത് ഞാൻ നമ്മുടെ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടേക്കാണ്. ഞാനൊരു അയൺ കടായിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. ഇനിയും ഇതിലേക്ക് നമ്മൾ മെഴുക്കുവരട്ടിക്ക് വേണ്ട മിക്സസ് എന്തൊക്കെയാണോ ചേർക്കുന്നത് അതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഞെരടി ഇതിൽ തന്നെ അങ്ങ് അടച്ചു വെക്കും കേട്ടോ. എണ്ണയും കൂടെ ഒഴിച്ച് അടച്ചു വെക്കും. അതിന് ശേഷം മാത്രമേ ഞാൻ പിന്നീട് ഇളക്കി കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ചേർക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ പാവയ്ക്ക അരിഞ്ഞ അതേപോലെ തന്നെ കുറച്ച് സവാള 1-1.5 സവാള എന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില, നല്ല രീതിയിൽ കറിവേപ്പില ചേർക്കുകയാണെങ്കിൽ ഇതിന് നല്ലൊരു സ്വാദും ഒരു നല്ല മണമൊക്കെ വരും കേട്ടോ. അതുപോലെ തന്നെ നല്ല എരിവുള്ള 2 പച്ചമുളക്. എരിവുള്ളത് വേണ്ടവർ നല്ല എരിവുള്ള പച്ചമുളക് ഇടുക, ഇല്ലാത്തൊരു എരിവില്ലാത്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എരിവിൻ്റെ അനുസരിച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ, മുളക് പൊടിയായാലും പച്ചമുളകായാലും. പിന്നെ ഒരു ചെറിയൊരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനിയും നമ്മൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കുറച്ച് എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ടിപ്പാണ്. ഇപ്പം നമ്മൾ എണ്ണ ചേർക്കുകയാണെങ്കിൽ ഇത് അടി പിടിക്കുകയോ കരിയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഇത് നമ്മൾ കൈയും കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് ഞെവിടി കൊടുക്കണം. ഇതെല്ലാം കൂടെ നല്ലൊന്ന് കൂട്ടി ഒന്ന് യോജിപ്പിക്കണം. നിങ്ങളോർക്കും ഈ പാത്രത്തിൽ കുറച്ചും കൂടെ വലിപ്പമുള്ള പാത്രത്തിലെടുത്ത് ചെയ്യാൻ വയ്യായിരുന്നു. പക്ഷെങ്കിൽ ഈ പാവയ്ക്ക ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതങ്ങ് അവിയും കേട്ടോ, അങ്ങ് പകുതിയാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ചാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇതിൽ തന്നെ വെച്ചത്. ഇനി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ഒരുപാട് വെള്ളം നമ്മൾ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് അവിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പരുവത്തിന് ഒരു ലേശം, ഒരു 1/4 ഗ്ലാസ് വെള്ളം, ലേശം അതിൻ്റെ അടിയിലേക്ക് കുറച്ച് വെള്ളം. അതുപോലെ തന്നെ ഒരു പാകത്തിന് വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. നല്ല വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു സ്വാദ് കിട്ടും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഇത്രയും ചെയ്യുക. വേണമെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് നമ്മൾക്കിത് ഞാനിപ്പം ഇളക്കുന്നൊന്നുമില്ല, അതേപോലെ തന്നെ അടച്ചു വെച്ച് വേവിച്ച് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു അടപ്പ് വെച്ച് അടച്ചു. ഇനി ഒരു കുറച്ച് നേരം ഇതൊരു വേവുന്ന ടൈം ഒന്ന് വെയിറ്റ് ചെയ്താൽ ഒരു 5-8 മിനിറ്റിനുള്ളിൽ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. ഇപ്പം നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാൻ നേരം നമ്മൾ ഉടയാത്ത രീതിയിൽ വളരെ സൂക്ഷിച്ച് വേണം നമുക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടിപ്പോയി. പക്ഷേങ്കിൽ മെഴുക്കുവരട്ടിക്ക് ഒട്ടും നമ്മൾ വെള്ളം കൂടിപ്പോകരുത്, കുറച്ച് വെള്ളം മാത്രം മതി കേട്ടോ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാലുള്ളൊരു കുഴപ്പമൊന്നും ഇത് കുഴഞ്ഞു പോകുന്ന ഒരു ഇതാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുഴയാതെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ലേശം, മീൻസ് അതൊന്ന് ഒരു അടിയിലൊന്ന് പിടിക്കാത്ത രീതിയിലുള്ള വെള്ളം മാത്രം മതി. ഇപ്പം ഞാനൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കാം. ഒന്നുകൂടെ അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ മെഴുക്കുവരട്ടി. ഞാൻ ഓൾറെഡി ഇതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒട്ടും എണ്ണയൊന്നും വേണ്ട, ഇതിൻ്റെ അകത്ത് കിടന്ന് റെഡിയായി കിട്ടും കണ്ടോ. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ചോറ് കഴിക്കാൻ നമുക്ക് ഈ ഒരു മെഴുക്കുവരട്ടി മാത്രം മതി, വേറെ ഒരു കൂട്ടാനും ഇല്ല എങ്കിൽ വളരെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഡയബറ്റീസുകാർക്ക് അതുപോലെ തന്നെ അനീമിക് ആയിട്ടുള്ളവർക്ക് ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു
കൂട്ടാനാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പാവയ്ക്ക ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കുമെന്നും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി ചൂടോടുകൂടി കഴിക്കണം. ഓക്കെ, ബൈ.